Hey, my dear friends, welcome to the series of the CA Intermediate Accounting Standards. നമ്മൾ ഇന്ന് AS1 ആയിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൽ AS1 എന്ന് പറയുന്നത് ദ ഡിസ്ക്ലോഷർ ഓഫ് അക്കൗണ്ടിങ് പോളിസീസ് ആയിരിക്കും. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ മനസ്സിലാക്കണം എന്താണ് നമ്മുടെ അക്കൗണ്ടിങ് പോളിസി എന്ന് പറയുന്നത്. അക്കൗണ്ടിങ് പോളിസീസ് എന്ന് പറയുന്നത് നമ്മുടെ അക്കൗണ്ട്സിൻ്റെ പ്രിൻസിപ്പിൾ ആൻഡ് മെത്തേഡ്സ് ഓഫ് അപ്ലൈങ് ദോസ് പ്രിൻസിപ്പിൾസ് ആയിരിക്കും. അത് ആര് അഡോപ്റ്റ് ചെയ്യും? നമ്മുടെ എൻ്റർപ്രൈസ് ഉണ്ടായിരിക്കുമല്ലോ, ഏത് എൻറ്റിറ്റിയുടെ ആണോ അവരത് അഡോപ്റ്റ് ചെയ്യും. ആ അഡോപ്റ്റ് ചെയ്തത് എന്തിനു വേണ്ടിയായിരിക്കും? പ്രസൻറ്റേഷൻ ആൻഡ് പ്രിപ്പറേഷൻ ഓഫ് ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. സാർ സിമ്പിൾ വേർഡ് നമുക്കൊന്ന് മനസ്സിലായില്ല സാർ. ഓക്കെ, സംഭവമൊന്നുമില്ല. എടാ, നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് പ്രിൻസിപ്പിൾസ് മെയിൻറ്റെയിൻ ചെയ്യും. ആ പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്യും. ആ പ്രിൻസിപ്പിൾസ് അത് എങ്ങനെ അപ്ലൈ ചെയ്യുക, അതിൻ്റെ മെത്തേഡ്സ്, ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് അക്കൗണ്ടിങ് പോളിസീസ് എന്ന് പറയുന്നത്. ഓക്കെ സാർ, അങ്ങോട്ട് കത്തുന്നില്ല. എടാ, നമ്മളിപ്പം പറയുകയാണെങ്കിൽ എന്താ, നമ്മുടെ എംപ്ലോയീസിന് സാലറി കൊടുക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ കുറച്ച് പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്യും. സാർ, മന്ത്ലി ഇത്ര ദിവസം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇത്ര രൂപ സാലറി എത്തുള്ളൂ. ഇന്നത്തെ ദിവസം ഒരു ദിവസം എത്ര മണിക്കൂർ നമ്മൾ എന്ത് ചെയ്താൽ വർക്ക് ചെയ്താലേ നമ്മൾ ഇത്ര സാലറി തരത്തുള്ളൂ ഇന്നത്തെ ദിവസത്തിൽ. അങ്ങനെ ഓരോ പോളിസീസ് എന്ത് ചെയ്യുന്നുണ്ട്, ഓരോ ഓർഗനൈസേഷനും ഫോളോ ചെയ്യുന്നുണ്ട്. റൈറ്റ് ആണോ? അപ്പം അതുപോലെ പ്രിപ്പറേഷൻ ആൻഡ് പ്രസൻറ്റേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് നമ്മുടെ ഓരോ എൻറ്റിറ്റീസ് എന്ത് ചെയ്യും? അവരുടേതായിട്ടുള്ള പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്യും. ഓക്കെ, സംഭവം മനസ്സിലാക്കുക. നമ്മുടെ അക്കൗണ്ടിങ് എന്ന് പറയുന്നത് എന്താണ്? അക്കൗണ്ടിങ് ഇത്തെ ലാംഗ്വേജ് ഓഫ് ദ ബിസിനസ് ആയിരിക്കും വരും. സർ, ലാംഗ്വേജ് ഓഫ് ബിസിനസ് മീൻസ്, എടാ, ഇപ്പം ഓരോ സ്ഥലത്തിനനുസരിച്ച് ലാംഗ്വേജിനകത്ത് എന്തുണ്ടായിരിക്കും? വ്യത്യാസങ്ങൾ സംഭവിക്കും. അതുപോലെ നമ്മുടെ ഫിനാൻഷ്യലിൻ്റെ പ്രിപ്പറേഷനകത്ത് വരുന്നത് സാഹചര്യത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ എന്ത് ചെയ്യും? സംഭവിച്ചുകൊണ്ട് ഇരിക്കും. ഓക്കെ, നമ്മൾ അങ്ങനെയാണെങ്കിൽ ഈ പ്രിൻസിപ്പിൾസ്, പോളിസീസ് നമ്മൾ ഫോളോ ചെയ്യത്തില്ലേ നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പറേഷനകത്ത്? അതിന് ഇന്ന രീതി ചെയ്യണം, അങ്ങനെ എന്ന് പറഞ്ഞിട്ട് ഒരു ലിസ്റ്റ് ഒന്നുമില്ല. ഓരോ സാഹചര്യത്തിനനുസരിച്ച് ഞാൻ പറഞ്ഞല്ലോ, അങ്ങനെ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ഫോളോ ചെയ്യുന്നത്. അവിടെ നമ്മുടെ മാനേജ്മെൻ്റ് ഉണ്ടല്ലോ, നമ്മുടെ മാനേജ്മെൻറ്റ് കുറച്ച് എന്തിനകത്ത് വരും? ജഡ്ജ്മെൻറ്റിനകത്ത് വരും. ആ ജഡ്ജ്മെൻ്റാണ് എന്ത് തീരുമാനിക്കുന്നത്? നമ്മളുടെ ആ സിറ്റുവേഷനെ എങ്ങനെ ഫേസ് ചെയ്ത് നമ്മുടെ പ്രിപ്പറേഷൻ ആൻഡ് പ്രസൻറ്റേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിനെ ട്രൂ ആൻഡ് ഫെയർ വ്യൂവിലേക്ക് കൊണ്ടെത്തിക്കുക എന്ന് വരുന്നത്. മാനേജ്മെൻറ്റ് ജഡ്ജ്മെൻറ്റ് നമ്മൾ പഠിച്ചിട്ടില്ലേ, ഓഡിറ്റിനകത്ത് പഠിച്ചിട്ടില്ലേ? ഓഡിറ്റിൻ്റെ അബ്സല്യൂട്ട് അഷുറൻസ് തരാൻ പറ്റത്തില്ല. ബിക്കോസ് ഓഫ് ദ റീസണബിൾ അഷുറൻസിനകത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട് മാനേജീരിയൽ ജഡ്ജ്മെൻറ്റ് ഇൻവോൾവ് ആണ്. ദ നേച്ചർ ഓഫ് ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ്, ഇതൊക്കെ പഠിച്ചിട്ടില്ലേ? ജസ്റ്റ് ഒന്ന് ഓർത്ത് നോക്കുക. അപ്പം അവിടെ എടുക്കുന്ന ജഡ്ജ്മെൻറ്റ്, ഓക്കെ, അത് ഓരോ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ്, മെത്തേഡ്സ് ഏത് ഫോളോ ചെയ്യണം, അങ്ങനെ നമ്മുടെ എൻറ്റിറ്റിയുടെ മാനേജ്മെൻ്റ് ആയിരിക്കും എന്ത് ചെയ്യുന്നത്, തീരുമാനിക്കുന്നത്. അതേ കാര്യം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അടുത്തെന്ന് പറയുന്നത്, സാർ, ഈ അക്കൗണ്ടിങ് പോളിസി അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ ഇതൊക്കെ ഏതൊക്കെ ഏരിയാസിലായിരിക്കും എന്ത് ചെയ്യുന്നത്, വരുന്നത്? അവരെ ഇപ്പം എംപ്ലോയിയുടെ കാര്യം പറഞ്ഞു, അപ്പോൾ അത് എംപ്ലോയ്മെൻറ്റിനകത്ത് വരുന്ന കാര്യമാണ്. സാർ, അതുപോലെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിനകത്ത് എവിടൊക്കെയാണ് ഈ ഒരു സിറ്റുവേഷൻസ് വരുന്നത്? നോക്കുവാണെങ്കിൽ നമ്മുടെ ട്രീറ്റ്മെൻറ്റ് ഓഫ് എക്സ്പെൻഡിച്ചേഴ്സ് ഓഫ് കൺസ്ട്രക്ഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിനകത്ത് വരും. ഓക്കെ, ഡയറക്റ്റ് മെത്തേഡ് ചെയ്യണോ, ഡയറക്റ്റ് ഓർ ഇൻഡയറക്റ്റ് കോസ്റ്റ്, ഏത് കോസ്റ്റാണ്, ക്യാപിറ്റലൈസേഷൻ എങ്ങനെയാണ്, റവന്യൂ ചാർജ്, ആ ഒരു ഡിസിഷൻ എടുക്കുന്നതിനകത്ത് നമ്മൾ കൺസ്ട്രക്ഷൻ കോൺട്രാക്ട് ആ ഒരു AS-നകത്ത് ഇത് എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പം ഇത് ജസ്റ്റ് ബേസ് ആണ്, നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യുക, അറിഞ്ഞിരിക്കുക, എക്സാമിന് വരുന്ന ചോദ്യത്തിന് ആൻസർ ചെയ്യുക. ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഈ ഏരിയയിൽ നിന്ന് വരുന്നത്. നിങ്ങൾ ആ ഒരു SAC-നകത്തോട്ട് പോകുമ്പോൾ തന്നെ എന്ത് ചെയ്യും, നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാക്കാനും പറ്റും, കൂടുതൽ ആൻസർ ചെയ്യാനും പറ്റും. നിങ്ങൾ ഇപ്പോൾ ഈ കേൾക്കുന്ന കാര്യങ്ങൾ ഓർത്ത് ബോധേടാവേണ്ട കാര്യമില്ല. ഓക്കെ, അടുത്തത് വാല്യുവേഷൻ ഓഫ് ഇൻവെൻറ്ററീസ്. ഇൻവെൻറ്ററി വാല്യൂ ചെയ്യുമ്പോൾ FIFO വേണോ, വെയ്റ്റഡ് ആവറേജ് വേണോ? നിങ്ങൾ ഓൾറെഡി ഫൗണ്ടേഷനകത്ത് പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഏത് മെത്തേഡ് ആയിരിക്കും? നമ്മൾ AS2 പഠിക്കുമ്പോഴത്തേനും അത് എങ്ങനെ ചെയ്യണമെന്നുള്ള പഠിക്കാം. ഓക്കെ, റൈറ്റ്. നമ്മൾ ഈ AS-നകത്ത് നമ്മൾ ചിന്തിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഏതൊക്കെ സർക്കംസ്റ്റാൻസസ് ആണ് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഈ പോളിസീസ് എന്ത് ചെയ്യുക, അത് നമ്മൾ ആ ഒരു പോളിസീസ് എടുക്കേണ്ട സിറ്റുവേഷൻസ് ഏതാണ്, ആ സിറ്റുവേഷനകത്ത് എങ്ങനെ എടുക്കണം എന്നുള്ളത് AS അടുത്തതിനകത്ത് പറയുന്നുണ്ട്, AS2-നകത്ത്. ഓക്കെ, റൈറ്റ്. ജസ്റ്റ് വായിക്കാൻ പോവാം, അതാണ്. അടുത്തത് ഗുഡ് വില്ലിൻ്റെ വാല്യുവേഷനകത്ത് അതിൻ്റെ ട്രീറ്റ്മെൻറ്റിനകത്ത് വരുന്നുണ്ട്. അമോർട്ടൈസേഷൻ, ഇമ്പയർമെൻറ്റ് കാര്യങ്ങളിനകത്ത് വരുന്നുണ്ട്. അടുത്തത് നമ്മുടെ ഫോറിൻ കറൻസി ട്രാൻസാക്ഷനകത്ത് വരുന്നുണ്ട്, അതും പഠിക്കുന്നുണ്ട്. അടുത്തത്
AS11 വരുന്നുണ്ട്. അടുത്തത് വാല്യുവേഷൻ ഓഫ് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റുകൾ വരുന്നുണ്ട്. ഓക്കെ, അപ്പം നമ്മുടെ AS13 ഇൻവെസ്റ്റ്മെന്റ് ASനകത്ത് നമ്മൾ എങ്ങനെ ചെയ്യും എന്നുള്ള കാര്യം പഠിക്കും. ഓക്കെ, ഈ ഒരു സിറ്റുവേഷനകത്ത് എന്ത് വരും, നമുക്ക് എന്ത് ചെയ്യും, അക്കൗണ്ടിങ് പോളിസീസിന്റെ ആ ഒരു ഇമ്പാക്ട് വരും. ഇവിടെ മെജോറിറ്റി ഓഫ് ASകൾ ഉണ്ടല്ലോ, നമ്മുടെ ASകൾ ഉണ്ടല്ലോ, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡുകൾ, ആ സ്റ്റാൻഡേർഡുകൾ എങ്ങനെ ചെയ്യണമെന്നാണ് AS1 ഇത് ഡിസ്ക്ലോസ് ചെയ്യുന്ന കാര്യമാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ബാക്കിയുള്ള ASന്റെ സിറ്റുവേഷൻസിൻ്റെ അകത്തെല്ലാം എന്ത് വരും, നമ്മുടെ ഡിസ്ക്ലോഷർ പാർട്ട് വരുന്നതായിട്ട് അസ്യൂം ചെയ്യുക, തിങ്ക് ചെയ്യുക. അടുത്ത എംപ്ലോയി ബെനിഫിറ്റ്, ഇത് ഓൾറെഡി നമ്മൾ പഠിക്കാനുള്ളതാണ്. അടുത്തത് അതിനകത്ത് ആക്ച്വറി വാല്യുവേഷൻ വേണം, ഫണ്ടഡ് നോൺ അൺഫണ്ടഡ് വേണം, ഈ സംഭവങ്ങളെല്ലാം നമ്മൾ അവിടെ പഠിക്കും, ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. അടുത്തത് റെക്കഗ്നേഷൻ ഓഫ് പ്രോഫിറ്റ് ഓഫ് ലോങ് ടൈം കോൺട്രാക്റ്റുകൾ, അത് ഏത് രീതിയിലായിരിക്കണം നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ വാല്യൂ ചെയ്യേണ്ടത്, അതിൻ്റെ പ്രോഫിറ്റ് എങ്ങനെയാണ് വാല്യൂ ചെയ്യുന്നത്, ആ കാര്യവും നമ്മൾ അവിടെ പഠിക്കും. അടുത്തത് ട്രീറ്റ്മെന്റ് ഓഫ് കണ്ടിൻജന്റ് ലയബിലിറ്റീസ്, ഇതും ഓൾറെഡി പഠിക്കാവുന്നതാണ്. ഇനി ക്യാഷ് ഫ്ലോ ഏത് മെത്തേഡിൽ നമ്മൾ പ്രസന്റ് ചെയ്യണം, ഡയറക്റ്റ്, ഇൻഡയറക്റ്റ്, ഇങ്ങനെ ഓരോ സിറ്റുവേഷൻസിനകത്ത് എന്ത് ചെയ്യും, നമ്മുടെ ഈ ഒരു പോളിസി ഇതിൻ്റെ അഡോപ്ഷൻസ് വരുന്നുണ്ട്. അടുത്തത് ഇനി ഡിപ്രീസിയേഷൻ്റെ കാര്യം. നമ്മുടെ AS1 നമ്മൾ കാണുന്നുണ്ട്, ഫ്രണ്ടിൽ എഴുതിയിരിക്കുന്നു നമ്മുടെ എന്ത് ചെയ്യുക, ഡിസ്ക്ലോസ് ചെയ്യാന്ന് പറഞ്ഞിട്ട്. ബട്ട് എന്തുകൊണ്ടാണ് സാർ നമ്മളിപ്പോൾ പഠിക്കുമ്പോൾ ഇത് എടുക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ICAയുടെ എന്തുണ്ട്, AS5 ഉണ്ട്. 5നകത്ത് പറയുന്നത് ഇത് അക്കൗണ്ടിങ് പോളിസി അല്ല, അക്കൗണ്ടിങ് എസ്റ്റിമേറ്റ് ആണ്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യേണ്ട, നിങ്ങൾ AS1 ഓർത്ത് വേവലാതിപ്പെടണം. ഓക്കെ, ഇത് ചേഞ്ച് ഇൻ അക്കൗണ്ടിങ് എസ്റ്റിമേറ്റ് ആയിരിക്കും വരുന്നത് ഇഫ് എന്തെങ്കിലും കേസ് വരുവാണെങ്കിൽ. അത് നമ്മളവിടെ പഠിക്കും, AS5നകത്ത് പഠിക്കും. ഓക്കെ, ഇപ്പോഴേ സാർ എന്തൊക്കെയോ പറയുന്നത്, AS5 വേറെ ASകൾ, ജസ്റ്റ് ബാക്കിയുള്ള ASനെല്ലാം ഒരു ഫൗണ്ടേഷൻ എന്ന രീതിയിൽ ഇതിനെ എന്ത് ചെയ്താൽ മതി, കണ്ടാൽ മതി. യെസ്. അടുത്തത് ഇനി നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ഈ അക്കൗണ്ടിങ് പോളിസീസിനെ നമ്മൾ എങ്ങനെ സെലക്ട് ചെയ്യും. ഇങ്ങനൊരു സിറ്റുവേഷൻ, നിങ്ങൾ എംപ്ലോയിയുടെ കേസ് തന്നെ എടുത്തു നോക്കുക, സാലറി കൊടുക്കുന്ന കാര്യമാണ്. ഈ സാലറിയുടെ കാര്യം ഇതെങ്ങനെ നമ്മൾ സെലക്ട് ചെയ്യും എന്നുള്ളത്, നമ്മുടെ ഇൻറ്റൻഷൻ ഇത് പണിയെടുപ്പിക്കുക. ഓക്കെ, പണിയെടുപ്പിച്ചിട്ട് പൈസ കൊടുക്കുക, ഇതാണ് നമ്മുടെ ഇൻറ്റൻഷൻ എന്ന് പറയുന്നത്. സാർ അങ്ങനെയാണെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അത് ട്രൂ ആൻഡ് ഫെയർ വ്യൂ തരുന്നുണ്ടോ ഇല്ലയോ എന്ന കാര്യമായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത് നോക്കേണ്ടത്. ഓക്കെ, ട്രൂ ആൻഡ് ഫെയർ വ്യൂ, ഓക്കെ, നമുക്ക് ട്രൂ ആൻഡ് ഫെയർ വ്യൂ കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. സർ ട്രൂ ആൻഡ് ഫെയർ വ്യൂ കിട്ടുന്നുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആ പ്രൈമറി ഒബ്ജക്റ്റീവ് അവിടെ ഫുൾഫിൽ ചെയ്തു, നിങ്ങൾക്ക് ഈ അക്കൗണ്ടിങ് പോളിസി എടുക്കാം. ഇനി മേജർ കൺസിഡറേഷൻസ് നമ്മൾ ഇതേ സമയം തന്നെ വെക്കേണ്ട കാര്യം എന്തൊക്കെയാണ്. സർ നമ്മൾ 3 കാര്യങ്ങളെ കൂട്ടത്തിൽ എന്ത് ചെയ്യണം, കൺസിഡർ ചെയ്യണം. ട്രൂ ആൻഡ് ഫെയർ വ്യൂ ഓക്കെയാണ്, ബട്ട് 3 കാര്യങ്ങൾ കൂടെ എന്ത് ചെയ്യണം, കൺസിഡർ ചെയ്യണം. അതെന്താ 3 കാര്യങ്ങൾ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. അതെന്ന് പറയുന്നത്, നിങ്ങൾ പ്രൂഡൻസ് കോൺസെപ്റ്റിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? പ്രൂഡൻസ് കോൺസെപ്റ്റ്. യെസ്, പ്രൂഡൻസ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യാം, ആൻറ്റിസിപ്പേറ്റ് ചെയ്യുക നമ്മുടെ പ്രോഫിറ്റ് എപ്പോഴാണ്, നമ്മുടെ ബെനിഫിറ്റുകൾ, ഓർഗനൈസേഷൻ്റെ ബെനിഫിറ്റുകൾ, കാര്യങ്ങളൊക്കെ അതെപ്പോഴാണോ എന്ത് ചെയ്യുന്നത്, ആക്ച്വലി നമുക്ക് റിസീവ് ചെയ്യുന്നത് അല്ലെങ്കിൽ റിയലൈസ് ചെയ്യുന്നത്, അത് കാണിക്കാനുള്ള ഒരു റൈറ്റ് നമ്മുടെ മേലിൽ എപ്പോഴാണോ വരുന്നത്, അന്നേരം നിങ്ങൾ എന്ത് ചെയ്യാം, കാണിക്കും. ഓക്കെ, ഇനി ലയബിലിറ്റീസിൻ്റെ കാര്യം എന്താണ് സർ? ലയബിലിറ്റി അത് പൂർണ്ണമായിട്ട് റിയലൈസ് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ സംഭവിച്ചിട്ടില്ല, നമ്മളങ്ങനെ ഇഗ്നോർ ചെയ്തിട്ട് പോകാം, കാരണം നമ്മുടെ ബാധ്യത കാര്യമാണ്, പൈസയൊന്നും പോയിട്ടുമില്ല. സർ നോ. പ്രൂഡൻസ് കൺസെപ്റ്റ് പറയുന്ന ആൻറ്റിസിപ്പേറ്റ് ആൾ പോസിബിൾ ലോസസ്. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക, പ്രൊവിഷൻ ഇടുക. ഇവിടെ 15% കൂടുതലാണ് നിങ്ങളുടെ അവിടുത്തെ ആ ഒരു ചാൻസ് എങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ പ്രൊവിഷൻ ഇടുക. ഓക്കെ ആണോ? പ്രൊവിഷൻ ഇടുക ചെയ്യുക. ഇതാണ് നമ്മുടെ ആ ഒരു പ്രൂഡൻസ് കൺസെപ്റ്റ് പറയുന്നത്. ബെസ്റ്റ് ആയിട്ട് അങ്ങനെ എസ്റ്റിമേറ്റ് ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുക, പ്രൊവിഷൻ ഇടുക. എന്തിന്? നമുക്ക് സംഭവിക്കാൻ പോകുന്ന ലോസുകൾക്ക്, നമുക്ക് സംഭവിക്കാൻ പോകുന്ന ലയബിലിറ്റീസ്. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? അടുത്തത് സബ്സ്റ്റൻസ് ഓവർ ഫോം. അടുത്ത ഒരു കാര്യമാണ് സബ്സ്റ്റൻസ് ഓവർ ഫോം. നിങ്ങൾ അക്കൗണ്ടിങ് പോളിസി സെലക്ട് ചെയ്യുന്ന ഗുഡ്. ആദ്യത്തെ ട്രൂ ആൻഡ് ഫെയർ വ്യൂ ഓക്കെ, അടുത്തത് പ്രൂഡൻസ് കൺസെപ്റ്റിൽ ഇത് ചെയ്യാം. ഓക്കെ, അടുത്ത സബ്സ്റ്റൻസ് ഓവർ ഫോം. സോ നമ്മളൊരു എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു അസറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. അസറ്റ് വാങ്ങിച്ചിട്ട് ജസ്റ്റ് 4-5 പേപ്പർ വർക്കേ ഉള്ളൂ. നമുക്ക് അതിനകത്ത് ഡിപ്രീസിയേഷൻ ക്ലെയിം ചെയ്യാൻ പറ്റും?
ലീഗലി നമ്മൾ അതിൻ്റെ ഓണർ ആയിട്ടില്ല. ജസ്റ്റ് പിറ്റേ ദിവസം വേണമെങ്കിൽ എന്ത് ചെയ്യാം, 29-ാം തീയതി 30-ാം തീയതി അല്ലെങ്കിൽ 31-ാം തീയതി മാർച്ചിലോ ഈ ഒരു ലാസ്റ്റ് ടൈം ആയിരിക്കും എന്താണ് അതിൻ്റെ ചിലപ്പോൾ വർക്കുകൾ നടക്കുന്നത്. ജസ്റ്റ് ഒരു ഒപ്പിടാനുള്ള നമുക്ക് സെല്ല് ചെയ്ത ആളെന്ത് ചെയ്തില്ല, ഇവിടെ ഇല്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഒക്കെയാണെന്ന് വെച്ചാൽ. ബട്ട് എടാ അത് ഒറിജിനലി നമ്മുടെ തന്നെയല്ലേ, നമ്മൾ പൈസ എടുത്തിട്ടുണ്ട്, നമ്മളുടെ ഇൻവോയ്സ് ഉണ്ട്, എവറിത്തിങ് നമ്മുടെ കയ്യിലുണ്ട്. ബട്ട് നോ, കുഴപ്പമില്ല. നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങളുടെ സബ്സ്റ്റൻസ് നോക്കി അതിനെ എന്ത് ചെയ്യാം, നിങ്ങളുടെ അസറ്റായിട്ട് കൺസിഡർ ചെയ്യാം. അതിൻ്റെ ലീഗാലിറ്റി നിങ്ങൾ നോക്കണ്ട. ലീഗാലിറ്റി നോക്കണ്ട, സബ്സ്റ്റൻസ് നോക്കി മാത്രം നിങ്ങൾക്ക് ചെയ്യാനാണെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് ആ ഒരു അക്കൗണ്ടിങ് പോളിസി സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. അടുത്തത് മെറ്റീരിയാലിറ്റി. ഈ ഒരു പോളിസിയെ നമ്മൾ എടുക്കുമ്പോൾ നിങ്ങൾ നോക്കുക, നമുക്ക് മെറ്റീരിയാലിറ്റി എന്ത് ചെയ്യണം, ഫുൾഫിൽ ചെയ്യപ്പെടുന്നുണ്ടോ എന്നുകൂടെ നോക്കണം. എന്താണ് മെറ്റീരിയാലിറ്റി മനസ്സിലാവുന്നില്ല. മെറ്റീരിയാലിറ്റി മീൻസ് എടാ നമ്മുടെ ഫിനാൻസ് സ്റ്റേറ്റ്മെൻറ്റോ അല്ലെങ്കിൽ നമ്മുടെ ട്രാൻസാക്ഷൻസോ എടുത്ത് നോക്കുമ്പോൾ നമ്മളുടെ ആ നോക്കുന്ന ആൾക്ക് ഇവിടെ വന്നിട്ട് ഒരു ജഡ്ജ്മെന്റ് എടുക്കാം, അല്ലെങ്കിൽ അയാളുടെ ഡിസിഷനെ ഇമ്പാക്ട് ചെയ്യുന്ന ഒരു ഫാക്ടർ ഉണ്ടെങ്കിൽ അതിനെ എന്തെന്ന് പറയാം, മെറ്റീരിയൽ ആണെന്ന് പറയാം. ചില കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത് നമ്മൾ പറയുന്നത് ഇതൊന്നും എന്നെ സംബന്ധിച്ചിടത്തോളം മെറ്റീരിയൽ അല്ല. ഓക്കെ, ഇപ്പം അംബാനി ഭായ് ആണെങ്കിൽ ഇപ്പം വഴി കൂടെ പോവാണ്, അദ്ദേഹത്തിൻ്റെ 1 year സാലറി, ആ സാലറി ഡിവൈഡ് ബൈ 365 അടിച്ച് അതേ ഡിവൈഡഡ് ബൈ 24 hours ചെയ്ത് അതിനകത്ത് എന്താണ് ഒരു സെക്കൻഡിന് എന്താണ് പ്രൈസ് എടുക്കണം, അല്ലെങ്കിൽ ഒരു അദ്ദേഹത്തിന് കിട്ടേണ്ട സാലറി എടുക്കണം. അദ്ദേഹത്തിന് ഒരു 2000 രൂപയുടെ നോട്ട് താഴെ, അദ്ദേഹത്തിന് വേണേൽ കുനിഞ്ഞ് അത് എടുക്കാനുള്ള ടൈമിൽ വേണമെങ്കിൽ എത്തിക്കാം ഇരട്ടി സമയം. അദ്ദേഹത്തെ സമയത്തോളം 2000-ന്റെ നോട്ടൊരു മെറ്റീരിയലായ സാധനമായിരിക്കത്തില്ല. ബട്ട് ലാലെന്ന് എന്നെ സംബന്ധിച്ചിടത്തോളം ഓക്കെ വ്യത്യാസമുണ്ട് അങ്ങനെ. അപ്പം ആ ഒരു കാര്യം നമ്മൾ ഓർത്ത് വെക്കുക. അതാണ് എന്ത് ചെയ്യുന്നത്, എല്ലാ മെറ്റീരിയൽ ഫാക്ടറും എന്ത് ചെയ്യുക, ഫാക്ടേഴ്സും നിങ്ങൾ എന്ത് ചെയ്യുക, ഡിസ്ക്ലോസ് ചെയ്യുക. അതിന് പറ്റിയ അക്കൗണ്ടിങ് പോളിസി ആയിരിക്കും നിങ്ങൾ എന്ത് ചെയ്യുന്നത്, സെലക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ എന്തൊക്കെയാണ് 3 കാര്യങ്ങൾ. പ്രൈമറി നിങ്ങളുടെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള സാധനം നിങ്ങൾ എന്ത് ചെയ്യണം, ഒന്നാമതായിട്ട് ട്രൂ ആൻഡ് ഫെയർ വ്യൂ ആണ്. അടുത്ത 3 കാര്യങ്ങൾ ഫുൾഫിൽ ചെയ്യണം. മേജർ കൺസിഡറേഷൻസ് ആണ്. ഒന്ന് പ്രൂഡൻസ് ആയിരിക്കണം, മറ്റൊന്ന് സബ്സ്റ്റൻസ് ഓവർ ഫോം ആൻഡ് മെറ്റീരിയൽ. ഈ 3 കാര്യങ്ങൾ നിങ്ങളുടെ ഈ ഒരു അക്കൗണ്ടിങ് പോളിസി സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ കൺസിഡർ ചെയ്യണം. യെസ്. അടുത്തതായിട്ട് എന്താണ്, നമ്മുടെ ഇനി അക്കൗണ്ടിങ് പോളിസിയൊക്കെ അഡോപ്റ്റ് ചെയ്തു, സന്തോഷം. ഓക്കെ, ഇനി ഞങ്ങൾക്ക് പോകാൻ വരട്ടെ. നിങ്ങൾ ഈ ചെയ്യുന്നതൊക്കെ കൊള്ളാം, ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഫിനാൻസ് സ്റ്റേറ്റ്മെൻറ്റിനകത്ത് അത് എഴുതി വെക്കണം. സാർ എന്തിനാണ് എഴുതുന്നത്? എടോ ഞാൻ പറഞ്ഞില്ലേ, ഒരു എംപ്ലോയി പുതുതായിട്ട് ഒരുത്തൻ എന്ത് ചെയ്യാൻ വരിക, ജോയിൻ ചെയ്യാൻ വരിക, അവൻ അറിയത്തില്ല കാര്യം. ഞാൻ ഒരിക്കലും നിങ്ങൾ ഈ എംപ്ലോയിയും ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ASകളോ ഫിനാൻസ് സ്റ്റേറ്റ്മെൻറ്റോ തമ്മിൽ കമ്പയർ ചെയ്യില്ല. ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിളിന് പറയാണ്. നമ്മുടെ ഓഫീസിൽ 8 മണിക്കൂർ ജോലി ചെയ്യണം, പെർ അവർ നിങ്ങൾക്ക് കിട്ടുന്നത് 1000 rupees ആയിരിക്കും, നിങ്ങൾക്ക് ലീവ് ഉണ്ടായിരിക്കും, ആൻഡ് നിങ്ങൾക്കൊരു ഫ്രീ ടൈം ഉണ്ടായിരിക്കും. ഇങ്ങനെ ഓരോ ഇൻസ്ട്രക്ഷൻസ് ഉണ്ടല്ലോ, ഇതൊക്കെ എന്ത് ചെയ്യാം, എഴുതി വെച്ചാലേ അടുത്തവൻ വരുന്നവൻ അല്ലെങ്കിൽ വായിച്ച് നോക്കുന്നവന് മനസ്സിലാകത്തുള്ളൂ. അതേപോലെ നോട്ട് അതേ സാധനം എഴുതണമെന്നല്ല. ഫിനാൻസ് സ്റ്റേറ്റ്മെൻറ്റിൽ പോയി ഈ കാര്യം എഴുതല്ലേ, നോ, ആ കാര്യമല്ല ഇത്. ഓക്കെ, അതേപോലെ നമ്മൾ എന്ത് ചെയ്യണം, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിനകത്ത് എഴുതി വെക്കണം ഏതൊക്കെ അക്കൗണ്ടിങ് പോളിസീസ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട്. സാർ 10 എടുത്ത് പോയി, നമ്മൾ ഫിനാൻഷ്യലിനകത്ത് 10 എടുത്ത് പോയിട്ട് എഴുതി വെക്കാണ്, ഞങ്ങൾ ഇന്നടുത്ത് ഇവിടെ എഴുതി ചെയ്തിട്ടുണ്ട്, അങ്ങനെ നോ, ഒറ്റ എടുത്ത് എഴുതി വെക്കാം. അതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ സാർ, ആ പേപ്പർ കളഞ്ഞു. ഇറ്റ്സ് എ പാർട്ട് ഓഫ് ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. അതും എന്താണ്, കോർ സാധനമാണ്. നമ്മളിപ്പോൾ ഒരു അസറ്റ് വാങ്ങിച്ചു, അല്ലെങ്കിൽ ഒരു മെഷീനറി വാങ്ങിച്ചു, ആ മെഷീനറിയുടെ ഗൈഡൻസ് എഴുതിയേക്കും, ഇത് എങ്ങനെ ഓപ്പൺ ചെയ്യണം, ഇത് എങ്ങനെ ചെയ്യണം, ഇത് നിങ്ങൾ എങ്ങനെ വായിക്കണം. ഓക്കെ, ആ പേപ്പർ ഇല്ല, ബട്ട് നമുക്ക് എങ്ങനെ ഓണാക്കുന്നത്, നമ്മൾ ആനയുടെ കഥയുണ്ടല്ലോ, ആ ആനയ്ക്ക് മെലിഞ്ഞിട്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അതുപോലെ ആയിപ്പോവും. ഇത് എന്തുമാതിരി ചെയ്തു വെച്ചേക്കുന്നു ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ എന്ന സിറ്റുവേഷൻ. സോ എന്താണ്, നിങ്ങൾ എല്ലായിടത്തും എടുത്തതല്ല എഴുതുക. ആൻഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ പാർട്ട് 2 ആയിരിക്കും, നോട്ട്സ് ടു അക്കൗണ്ട്സിലായിരിക്കും നമ്മൾ പൊതുവെ എഴുതുന്നത്. ഇനി ഫണ്ടമെൻ്റൽ അക്കൗണ്ടിങ് അസംഷൻസ്. സാർ അസംഷൻസ് മീൻസ് മനസ്സിലാവുന്നില്ല. അക്കൗണ്ടിങ് പോളിസി ഉണ്ട്, അസംഷൻ ഉണ്ട്. എടോ നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാക്കുന്നത് എങ്ങും ഒന്നും എഴുതിയിട്ടൊന്നുമില്ല, നമ്മളങ്ങ് അസ്യൂം ചെയ്യും ഇതിങ്ങനെയാണ്. ഓക്കെ റൈറ്റ്, ഇതിങ്ങനെയാണ്, ഇത് ഇങ്ങനെയാണ്, ഇത് ഉണ്ട്. ഓക്കെ ആണോ?
നമ്മളിപ്പം ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എംപ്ലോയീസിന് സാലറി കൊടുക്കുന്നു. സാലറി എന്താണ് നമ്മൾ അസ്യൂം ചെയ്യുകയാണ് RBI അടിച്ചിറക്കിയ നോട്ടാണ് കൊടുക്കുന്നത്. ഓക്കെ, അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ടോ നിങ്ങളുടെ സാലറി കൊടുക്കേണ്ട അല്ലെങ്കിൽ ന്യൂ ജോയിനി വരുമ്പോൾ ന്യൂ ജോയിനിക്ക് കൊടുക്കുന്ന ഇൻസ്ട്രക്ഷനകത്ത് RBI അടിച്ചു വെച്ചേക്കുന്ന നോട്ടാണ് നമ്മൾ കൊടുക്കുന്നത്? എവിടെയെങ്കിലും കൊടുക്കും? ഇല്ല, നമുക്ക് അറിയാലോ അതേ സാധനം തന്നെ. അപ്പം ആദ്യമായിട്ട് നിങ്ങൾ നോക്കേണ്ട കാര്യം ഗോയിങ് കൺസേൺ അസംപ്ഷൻ. നിങ്ങൾക്ക് അറിയായിരിക്കും, എന്നാലും ഗോയിങ് കൺസേൺ അസംപ്ഷൻ എന്താണ്? നമ്മുടെ ഓർഗനൈസേഷൻ്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് നമ്മൾ പ്രിപ്പയർ ചെയ്തേക്കുന്നത് നമ്മളൊരു ഫോഴ്സിബിൾ ഫ്യൂച്ചറിലേക്ക് എന്താണ് നമ്മുടെ ഓപ്പറേഷൻസ് കണ്ടിന്യൂ ചെയ്യും. ഇവിടെ എന്തില്ല, ഒരു നെസസിറ്റിയോ കാര്യമൊന്നുമില്ല എന്തിന് ഇത് കൂട്ടിക്കെട്ടിക്കൊണ്ട് പോകാനുള്ള. ഓക്കെ ആണോ? യെസ്. അടുത്തതായിട്ട് കൺസിസ്റ്റൻസി ഈസ് ദ കീ എന്നൊക്കെ പറയാറില്ല. അതുപോലെ നിങ്ങളൊരു ട്രാൻസാക്ഷനകത്ത് എൻ്റർ ചെയ്യുന്നു. കഴിഞ്ഞ വർഷം ചെയ്തിട്ടുണ്ട്, ഈ വർഷം ചെയ്തിട്ടുണ്ട്. യെസ്, കഴിഞ്ഞ വർഷം ഒരു കാര്യം നിങ്ങൾ അതിനെ ചെയ്ത ഒരു പ്രോസസ്സ് ഉണ്ട്. നമ്മൾ അസ്യൂം ചെയ്യുന്ന എന്താണ് അതേപോലെ തന്നെ ഈ പ്രാവശ്യം ചെയ്തേക്കുന്നത്. അവരെ അല്ലാതെ കഴിഞ്ഞ വർഷം വേറെയാ ചെയ്തേ, ഈ വർഷം വേറെയാ ചെയ്തേ എന്ന് നമ്മൾ എന്ത് ചെയ്യാറില്ല, ചിന്തിക്കാറില്ല. കഴിഞ്ഞ വർഷത്തെ അതുപോലെ ആയിരിക്കും എന്നൊരു മൈൻഡ് വരും. സത്യത്തിൽ മാറാനുള്ള സാധ്യതയുണ്ട്. ബട്ട് നമ്മൾ എന്താ അസ്യൂം ചെയ്യുന്നത് കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ആയിരിക്കും. കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം എന്താണ് 5-ാം തീയതി നിങ്ങൾക്ക് സാലറി കിട്ടി. അപ്പം നമ്മൾ ഈ വർഷം വിചാരിക്കും യെസ് കമ്പനിക്ക് പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല, 5-ാം തീയതി കിട്ടും. അതുപോലെ ആയിരിക്കാം. ഓക്കെ, ഇനി ഇതിനകത്ത് മാറ്റം വരാം. ഓക്കെ, ഫിനാൻഷ്യലിന്റെ കാര്യമാണ് പറയുന്നത്. അസംഷനിൽ എന്താണ് റിക്വയർഡ് ബൈ ലോ. നിയമം പറയുകയാണെങ്കിൽ ഇനി തൊട്ട് ഈ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ട, ഫോളോ ചെയ്യേണ്ട അക്കൗണ്ടിങ് പോളിസികൾ നിങ്ങൾ ഈ രീതിയിൽ ഫോളോ ചെയ്യേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേണ്ട. കമ്പനീസ് ആക്ട് വന്നിട്ട് പറയാം ഇനി തൊട്ട് വാല്യുവേഷൻ ഇൻവെന്ററി ഇന്ന രീതിയിൽ മതി. ഓക്കെ, നിങ്ങൾ ഇത്രയും നാളും മറ്റൊരു രീതിയായിരുന്നു ഫോളോ ചെയ്തുകൊണ്ടിരുന്നത്, അത് വേണ്ട. ഓക്കെ, കുഴപ്പമില്ല. അടുത്തത് ഇനി AS തന്നെ വന്നിട്ട് പറയാണ് ഇത് ഇനി തൊട്ട് ഇങ്ങനെ ആയിരിക്കണം ചെയ്യുന്നത്, അങ്ങനെയാണ് ഇങ്ങനെയാണ് ഫോളോ ചെയ്തേ പറ്റത്തുള്ളൂ. ഓക്കെ, ലോ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പടി താഴെ AS നിൽക്കുവാണെങ്കിൽ, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് നിൽക്കുവാണെങ്കിൽ AS 1 പറയും ഇന്ന കാര്യം ഇന്നതുപോലെ ചെയ്യാവും. ഓക്കെ, അടുത്തത് നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഒരു ബെറ്റർ പ്രസന്റേഷന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക, മാറ്റുകയാണ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്താണ് ബാക്കിയുള്ളവരെല്ലാം ചെയ്യുന്നത് ഈ ഒരു മെത്തേഡാണ്, യൂസേഴ്സിനെല്ലാം കൺവീനിയന്റ് ആയത് ഈ ഒരു മെത്തേഡാണ്, നമ്മൾ മാത്രം എന്തിനാണ് പിന്നെ മറ്റേ മെത്തേഡ് ഇപ്പോഴും ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഈ മെത്തേഡ് നമുക്ക് എന്ത് ചെയ്യാം, ചൂസ് ചെയ്യാം. അടുത്തത് അക്രൂവൽ ബേസിസ്. അക്രൂവൽ നമ്മുടെ ട്രാൻസാക്ഷൻ എന്താണോ സംഭവിക്കുന്നത് അത് അക്രൂ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, അത് റെക്കോർഡ് ചെയ്യാം. ഓക്കെ, അത് പേ ചെയ്തോ റിസീവ് ചെയ്തോ ഇതൊന്നും നോക്കണ്ട. ഇപ്പോൾ സാലറി പേ ചെയ്ത്, ഇൻട്രസ്റ്റ് റിസീവബിൾ. ഓക്കെ, എടാ നമ്മുടെ ഫിനാൻസ് സ്റ്റേറ്റ്മെന്റ് മാക്സിമം നമ്മൾ ഡേറ്റ എന്ത് ചെയ്യുക, കൊടുക്കുകയാണ്. നമുക്ക് ഇൻട്രസ്റ്റ് ഇത്ര കിട്ടാറുണ്ട്. ഓക്കെ, ബെനിഫിറ്റ് ആണ്. അടുത്തത് നമ്മുടെ എന്താണ് നമ്മുടെ ഇപ്പം സാലറി ഇത്ര എക്സ്പെൻസ് അടുത്ത മാസം 1-ാം തീയതി ആയിരിക്കും, അത് എന്ത് ചെയ്യുക, പേ ചെയ്യാറുണ്ട്. സാർ നമ്മളിപ്പോൾ മുകളിൽ പഠിച്ച് പ്രൂഡൻസിനകത്ത് പറഞ്ഞിട്ടുണ്ട് ബെനിഫിറ്റ് ആൻറ്റിസിപ്പേറ്റ് ചെയ്യലും. ബട്ട് എടാ റിയലൈസ് എന്നല്ലേ പറഞ്ഞേക്കുന്നത്. നമുക്കിപ്പം ഇൻട്രസ്റ്റ് ഏത് മാസത്തെയാണ്, ഏപ്രിൽ മാസത്തെ അല്ല കിട്ടുന്നത്, മാർച്ച് മാസത്തത് ഏപ്രിൽ തുടക്കത്തിലാണ് കിട്ടുന്നത്. മനസ്സിലായേ? അപ്പം എന്താ റിയലൈസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ പ്രൂഡൻസ് കൺസെപ്റ്റ് എന്ത് ചെയ്യത്തില്ല, വരത്തില്ല. അതിൻ്റെ ഒരു കോൺഫ്ലിക്റ്റ് അവിടെ സംഭവിക്കത്തില്ല. അക്രൂവലിനകത്ത് പറയുന്നത് എന്താ, പെയ്ഡ് ഓർ റിസീവ്, അത് നോക്കണ്ട, എന്താണ് അത് അക്രൂ ആയിട്ടുണ്ടെങ്കിൽ കാണിച്ചു. മനസ്സിലാവുന്നുണ്ടോ? യെസ്. അപ്പം അങ്ങനെ ആയിരിക്കും വരുന്നത്. അടുത്തതായിട്ട് ഇനി നമ്മൾ ഈ അക്കൗണ്ടിങ് അസംഷൻസ് ഉണ്ടല്ലോ, ഇനി നമ്മൾ ഇതിനെ നമ്മൾ എന്താണ് ഫണ്ടമെന്റൽ അക്കൗണ്ടിങ് അസംഷൻസ് എന്നാണ് വിളിക്കുന്നത്. ഞാൻ ഇതിനെ വിളിക്കുന്ന ഓമനപ്പേര് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ GAC, GAC എന്ന് വിളിക്കും. ആരെങ്കിലും ചോദിച്ചാൽ ഒറ്റയടിക്ക് പറയാം വാട്ട് ആർ ദ ഫണ്ടമെന്റൽ അക്കൗണ്ടിങ് അസംഷൻസ്. GAC, ഗോയിങ് കൺസേൺ, അക്രൂവൽ, കൺസിസ്റ്റൻസി. ഓ വാവ് ലാൽ, യു ആർ ജീനിയസ്. പെട്ടെന്ന് പറഞ്ഞു. ഓക്കെ, നിങ്ങളും അത് ഓർത്തിരിക്കുക. സാർ ഇനി ഇത് ഫോളോ ചെയ്തില്ലെങ്കിലോ? ഫോളോ ചെയ്തില്ലെങ്കിൽ ഉണ്ടാകുന്ന പ്രശ്നം സാർ സ്വാഭാവികമായിട്ട് ഫോളോ ചെയ്യുന്നു, നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യേണ്ട. ഞാൻ നേരത്തെ പറഞ്ഞു എംപ്ലോയീസിന് സാലറിയുടെ കാര്യം അത് കൊടുക്കുന്നത് RBIയുടെ നോട്ട് വെച്ചിട്ടാണ്, ഡിസ്ക്ലോസ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, നമുക്കറിയാവുന്ന കാര്യമാണ്. സാർ പറ്റത്തില്ല, ഇനി തൊട്ട് ഡോളറിലാണ് നമ്മൾ കൊടുക്കുന്നത്. ഡോളറിൽ ആണ് വ്യത്യാസമുണ്ട്, ചേഞ്ച് ഉണ്ട്. യെസ്, നമ്മൾ പൊതുവേ ചെയ്യുന്നതിനകത്തുനിന്ന് വ്യത്യാസമുണ്ട്. നമ്മുടെ അസംഷൻസിനകത്ത് തെറ്റി എന്ത് ചെയ്യുക, ഡിസ്ക്ലോസ് ചെയ്യുക. സാർ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിനകത്ത് ഡോളർ എടോ അത് റിലേറ്റ് ചെയ്യില്ല. ഡോണ്ട് ട്രൈ ടു റിലേറ്റ്. ജസ്റ്റ് ഞാൻ പറയുന്ന 2 കാര്യങ്ങൾ. ഒന്ന് നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിന്റെ കഥ, രണ്ടാമത്തെ കഥ നമ്മുടെ എംപ്ലോയീസിന്റെ കാര്യം പറയുന്നുണ്ട്. എംപ്ലോയീസിന്റെ കാര്യം എന്താ പറയുന്നത്,
എന്താ പറയുന്നത്, ജസ്റ്റ് എക്സാമ്പിൾ ഇതാ, ഒരു എംപ്ലോയി വരുന്നു, എംപ്ലോയിക്ക് എന്ത് ചെയ്യുന്നു, ഒരു പേപ്പർ കൊടുക്കുന്നു, ആ പേപ്പറിനകത്ത് അവരുടെ സാലറിയുടെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ പറയുന്നുണ്ട്. അന്നേരം അങ്ങനെ അങ്ങനെയുള്ള കഥയാണ് ഞാൻ പറയുന്നത്. രണ്ട് കാര്യങ്ങൾ എപ്പോഴും തിങ്ക് ഇൻ മൈൻഡ്. ഓക്കെ ഓക്കെ അടുത്തത് അക്കൗണ്ടിങ് പോളിസീസ് നിങ്ങൾ എന്ത് ചെയ്യുക, ഫോളോ ചെയ്യുന്നതിൻ്റെ കാര്യമാണ്. സാർ എന്തെങ്കിലും ഒരു ചേഞ്ചോ കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിനകത്തൊരു ചേഞ്ച് എന്ന് പറയുന്നത് ഇപ്പം അത് മെറ്റീരിയലാണ്, ഈ പീരീഡിനകത്ത് മെറ്റീരിയൽ ആയിട്ടുള്ള കാര്യമാണ്. സാർ അത് നമുക്ക് അസർട്ടൈൻ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ? പറ്റും, കുഴപ്പമില്ല, പറ്റും എങ്കിൽ എന്ത് ചെയ്യാം, അത് ഡിസ്ക്ലോസ് ചെയ്യും. ഇനി എമൗണ്ട് ഒന്നും അസർട്ടൈൻ ചെയ്യാൻ പറ്റുന്നില്ല സാർ, എന്ത് ചെയ്യും, ആ ഫാക്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഡിസ്ക്ലോസ് ചെയ്യുക, ഇങ്ങനെ ഒരു കാര്യമുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ഡിസ്ക്ലോഷർ കൊടുക്കുക. അടുത്തത് ഇപ്രാവശ്യം ഈ ഒരു അക്കൗണ്ടിങ് പോളിസിയുടെ ചേഞ്ച് ഒന്നും എന്ത് ചെയ്യുന്നില്ല, ഒരു മെറ്റീരിയൽ ആയിട്ട് ഇമ്പാക്റ്റ് ഒന്നും ചെയ്യുന്നില്ല. ബട്ട് നമുക്കറിയാം ഈ പീരീഡ് കുഴപ്പമില്ല, ബട്ട് അടുത്ത പീരീഡുകളിൽ എന്താണ് ഒരു വലിയ മാറ്റം സംഭവിക്കുന്നുണ്ട്, മെറ്റീരിയൽ ആയിട്ട് ചേഞ്ചുകൾ സംഭവിക്കുന്നുണ്ട്. എങ്കിൽ എന്ത് ചെയ്യണം, എടാ ഇങ്ങനെ മെറ്റീരിയലി അടുത്ത വർഷങ്ങളിൽ ചേഞ്ച് ചെയ്യും, അതുകൊണ്ട് നിങ്ങൾ എന്താ ശ്രദ്ധാചാരിക്കാതായിരിക്കുക എന്നും പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് അടിക്കുറിപ്പ് എഴുതി വെക്കുക. ഓക്കെ, അതിൻ്റെ ഫാക്ട് പറഞ്ഞു എമൗണ്ട് കണ്ടുപിടിക്കുക, കാര്യങ്ങളൊന്നും കൊണ്ട് അതൊക്കെ അടുത്ത വർഷങ്ങളിൽ എന്ത് ചെയ്തോളും, സംഭവിച്ചോളും. ഓക്കെ, അടുത്തത് നിങ്ങളുടെ ഒരു മൈൻഡിൽ ഉണ്ടായിരിക്കേണ്ട കാര്യമാണ് ഡിസ്ക്ലോഷർ എന്തല്ല ഒരു റോങ് ആയിട്ടുള്ള കാര്യം ചെയ്തതിൻ്റെയോ അതിൻ്റെ ഒന്നും എന്തല്ല ഒരു റിലാക്സേഷനോ കാര്യമല്ല. അതെ, നിങ്ങളൊരു റോങ് കാര്യം ചെയ്തു എന്നിട്ട് വന്നിട്ട് പറഞ്ഞിട്ടിരുന്നിട്ട് കാര്യമില്ല. ഇപ്പം പരീക്ഷ കഴിഞ്ഞ് കോപ്പി അടിച്ചാണ് ചെയ്തത്, മാർക്ക് വന്നിട്ട് സാർ ഞാൻ കോപ്പി അടിച്ചാണ് ചോദിച്ചത്, അല്ലെങ്കിൽ ഞാൻ മോഷ്ടിച്ചു, എന്നിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയി സറണ്ടർ ആവുമ്പോൾ നിങ്ങൾക്ക് ശിക്ഷയിൽ കുറച്ച് എന്ത് ചെയ്യുക, കുറവ് കിട്ടും എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ തെറ്റ് ചെയ്തത് ഇല്ലയെന്ന് പറഞ്ഞിട്ടാവുന്നൊന്നുമില്ല, സെയിം സാധനം. അടുത്തത് നമ്മുടെ പ്രൊവിഷൻ, ചേഞ്ച് ഇൻ ഡിപ്രീസിയേഷൻ, ഇതൊക്കെ എന്താണ്, ഇതിനകത്ത് വരുന്ന ചേഞ്ചുകൾ എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ അക്കൗണ്ടിങ് എസ്റ്റിമേറ്റുകളാണ്. സാർ അതവിടെ പഠിക്കും, നമ്മൾ വരുന്ന ASനകത്ത് പഠിക്കും. അടുത്തത് നമ്മുടെ ഒരു എക്സ്പെൻസിന് നമ്മളിപ്പോൾ എന്ത് ചെയ്യാം, അതിന് ഇത്ര നാൾ പ്രൊവിഷനൊക്കെയാണ് ഇട്ടുകൊണ്ടിരുന്നത്. മുകളിൽ പറഞ്ഞ സാധനത്തിൻ്റെ ആയിരുന്നു പ്രൊവിഷൻ ആയിരുന്നു ഇട്ടുകൊണ്ടിരുന്നത്. അത് ഇനി തൊട്ട് നമ്മൾ പ്രൊവിഷൻ ഇടുന്നില്ല, നിർത്തുകയാണ്. ഇനി പ്രൊവിഷൻ എന്ത് ചെയ്യുന്നില്ല, ഇടുന്നില്ല. സാർ അത് അക്കൗണ്ടിങ് പോളിസിയാണോ എസ്റ്റിമേറ്റ് ആണോ? ജസ്റ്റ് ഇവിടെ ഒന്ന് മനസ്സിലാക്കുക, ഇത് അക്കൗണ്ടിങ് പോളിസിയാണ്. സാർ അതെന്താ മുകളിൽ ഇയാൾ പിന്നെ എന്തോ പറഞ്ഞ് അക്കൗണ്ടിങ് എസ്റ്റിമേറ്റ് അല്ലേ? മാൻ, ചേഞ്ച് ഡിപ്രീസിയേഷൻ ആൻഡ് പ്രൊവിഷൻ. ഡിപ്രീസിയേഷൻ ഇത് രണ്ടും എന്ത് ചെയ്യുന്നുണ്ട്, എസിസ്റ്റ് ചെയ്യുന്നുണ്ട്. ബട്ട് രണ്ടാമത് പറയാം, സ്റ്റോപ്പ് മേക്കിംഗ് പ്രൊവിഷൻ ആണ്. പ്രൊവിഷൻ ഇനി ഇല്ല, എക്സ്പെൻസ് വരുന്നു, അന്നേരം നമ്മൾ എന്ത് ചെയ്യുന്നു, ഡയറക്റ്റ്ലി ചെയ്യും. ഇതായിരിക്കും വരുന്നത്. ഓക്കെ, ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്യുക, നിങ്ങളുടെ ടെക്സ്റ്റ് നോക്കുക, സെയിം കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഇത്രയും നമുക്ക് എന്തുള്ളൂ, കഥയുള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. നമുക്ക് ഇനി വരുന്ന ദിവസങ്ങളിൽ ബാക്കിയുള്ള ASകൾ പഠിക്കണം. ആൻഡ് ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാം, നമുക്ക് സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യാം. താങ്ക് യു, ബൈ ബൈ.